എന്താണ് കൂലങ്കർഷമായിട്ട് പഠിച്ചോണ്ടിരിക്കുന്നത്? മാം ഇത് ശരിക്കും ഹാൻഡ് വർക്ക് ചെയ്ത് ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തേക്കണേണോ? ഭയങ്കര അങ്ങനെ ഹാൻഡ് ഭംഗിയായിട്ടുണ്ട്. വർക്ക് പോലെ ഡിസൈൻ പറഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് സാനി ഇത് കണ്ടപ്പോ എന്താണ് ചിന്തിച്ചോണ്ടിരുന്നത്? ഇത് വെച്ചൊരു ഇപ്പം നമുക്ക് പാർട്ടി വെയർ സാരീസിന് കസ്റ്റമൈസ് ചെയ്യുന്ന എൻക്വയറീസ് വരാറുണ്ട്. അപ്പൊ ഇത് സാരി ആക്കി ചെയ്യാൻ അല്ലെങ്കിൽ സാരിയുടെ ബ്ലൗസ് ഒക്കെ ആക്കി ചെയ്യാൻ, സാരിയുടെ ബ്ലൗസ് ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി കാണാനായിട്ട്. ഇതിപ്പോ നെറ്റിലല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നല്ലൊരു എന്താ പറയാ, നല്ല സട്ടിൽ ആയിട്ടുള്ള ആ ഒരു ഗ്രീനും പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻസ് ആ വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗി. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് വർക്ക് ചെയ്ത് ഒരു ടോപ്പ് എടുത്തിട്ട് സ്കേർട്ട് ഇപ്പൊ ഒരു എൻഗേജ്മെന്റിന് ചെയ്യാനാണ് ഈ റേഞ്ച്, ഞങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് വേണമെന്ന് പറഞ്ഞാൽ നാച്ചുറലി നമ്മള് നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു 15,000 മുകളിലേക്ക് പോകും. അപ്പൊ ഇതൊരു മീറ്റർ എടുത്താൽ ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1925 അങ്ങനെ എന്തോ ആയിരിക്കണം റേഞ്ച്. 2000 റേഞ്ച് ആയിരിക്കുള്ളൂ. അപ്പൊ ആ സംഭവത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ ശരിക്കും ഹാൻഡ് വർക്ക് ചെയ്ത് എത്രയാന്ന് നോക്കിക്കേ, 1875. അപ്പൊ അത്രയ്ക്കില് സാരി ബ്ലൗസിൽ ഫുൾ വർക്കും ക്രോപ്പ് ടോപ്പിൽ ഫുൾ വർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവം സൂപ്പർ അല്ലേ? ഇതിന്റെ ഒരെണ്ണം കൂടെ ഞാൻ നെറ്റിൽ ചെയ്യിച്ചു. പിന്നെ യെസ് അത് കിട്ടും. ഇത് ഓർഗൻസയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് സാരി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. സിമ്പിൾ പ്ലെയിൻ ബ്ലൗസ് ഇട്ടാൽ മതി. മറ്റേ നെറ്റഡ് സാരി വരുന്നതിനേക്കാൾ ക്ലാസ് ആയിരിക്കും ഇത് വരുമ്പോ. ഇത് വേണമെങ്കിൽ ഒരു ഹാഫ് ആൻഡ് ഹാഫ്, ഒരു ഹാഫ് ഓർഗൻസയും വർക്ക് ഓർഗൻസയും കൂടെ നമുക്ക് വേണമെങ്കിൽ മേർജ് ചെയ്തിട്ട് അപ്പർ പോർഷൻ വരുന്ന ഓർഗൻസ പ്ലെയിൻ ആയിട്ട് കൊടുക്കുക. ബ്ലൗസ് വേണമെങ്കിൽ ഫുൾ വർക്ക് ആയിട്ട് വെക്കാം. എന്നിട്ട് അടിയിലേക്ക് ഇത് തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ചെറിയ ഞുറുക്ക് പരിപാടികളില്ലേ, അതൊക്കെ ചെയ്താൽ ഇത് അടിപൊളി സാരി ആയിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിന് ചിലപ്പോൾ ഓർഗൻസ വിസ്കോസ് ആയതുകൊണ്ട് ഇച്ചിരി റേഞ്ച് ഡിഫറൻസ് ആയി. 1945 ആ വരുന്നത്. ഇറ്റ്സ് എ സൂപ്പർ പീസ് കേട്ടോ. അപ്പൊ ഇത് മുഴുവൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എന്തിനാ? അവരോട് പറഞ്ഞു അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും എല്ലാ ഹെൽപ്പിനും ഞങ്ങൾ ഉണ്ടാവും.